ചോദ്യം 1 മിനിറ്റ്, ഉത്തരം 5 മിനിറ്റുമാണ്. രാജേഷ് ആദ്യത്തെ ചോദ്യം റാണിയോട് ചോദിക്കാം. രാജേഷ് ഉണ്ടോ? എനിക്ക് എൻ്റെ ചോദ്യമാണോ? അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം, യേശു ക്രിസ്തു സ്നേഹസ്വരൂപനാണ് അല്ല എന്ന് റാണി സഹോദരി വാദിക്കുമ്പോൾ, അങ്ങനെ യേശു ക്രിസ്തു സ്നേഹസ്വരൂപനല്ല എന്ന് വാദിക്കാനുള്ള സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സ്നേഹത്തിൻ്റെ നിർവചനം എന്താണ്? ഏത് മാനദണ്ഡം വച്ചിട്ട്? സ്നേഹം എന്നാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഏത് നിർവചനം വച്ചിട്ടാണ് യേശു ക്രിസ്തു സ്നേഹസമ്പൂർണ്ണനല്ല എന്ന് പറഞ്ഞത്? എന്താണ് അതിൻ്റെ നിർവചനം? റാണിക്ക് ചോദ്യം മനസ്സിലായ ഉത്തരം പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിന്റെ നിർവചനം എന്താണ് എന്നുള്ളതാണ് അല്ലേ? അപ്പം ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് എവിടെ നോക്കിയിട്ടാണ് താങ്കൾ പറയുന്നത്? സ്ക്രിപ്ചറിൽ നോക്കിയിട്ട് വേണം ഒരു താങ്കൾ പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിന്റെ നിർവചനം എന്താണ് എന്നുള്ളതാണ് അല്ലേ? അപ്പം ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് എവിടെ നോക്കിയിട്ടാണ് താങ്കൾ പറയുന്നത്? സ്ക്രിപ്ചറിൽ നോക്കിയിട്ട് വേണം ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ഇന്ന തലത്തിൽ എഴുതി വേണം ഇങ്ങനെയുള്ള രീതിയിൽ സ്നേഹിക്കപ്പെടാൻ എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. സ്നേഹത്തിന്റെ നിർവചനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലുടനീളം സ്നേഹത്തിന്റെ നിർവചനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു പശു അതിന്റെ അമ്മയെ സ്നേഹിക്കുന്നത്, സ്നേഹത്തിന്റെ നിർവചനം ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചത് കൊണ്ടാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു മനുഷ്യക്കുഞ്ഞിന് അമ്മയോട് തോന്നുന്ന സ്നേഹം തിരിച്ച് അമ്മയ്ക്ക് മനുഷ്യക്കുഞ്ഞിനോട് തോന്നുന്ന, അവളുടെ കുഞ്ഞിനോട് തോന്നുന്ന മാതൃത്വം, ആ സ്നേഹം എവിടെയെങ്കിലും സ്ക്രിപ്ചറിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടാണോ കാണുന്നത്? സകല ചരാചരങ്ങളുടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സകല ചരാചരങ്ങളും നിലനിൽക്കുന്നത് തന്നെ സ്നേഹത്തിലാണ്. അത് അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ആ ഒരു തരത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ്. താങ്കൾ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു തലത്തിൽ എഴുതുകയാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ യഹൂദ സ്ത്രീയെ നായ്ക്കളോട് ഉപമിച്ച യേശു അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താണ് ഇപ്പോഴെടുത്തു മാറ്റാൻ സാധിക്കുമോ? വള്ളിയോ പുള്ളിയോ തെറ്റാത്ത ഒരു പുസ്തകമാണ് താങ്കൾ എടുത്തു പൊക്കി നടക്കുന്നത്. അപ്പൊ യേശു പഠിപ്പിച്ചിരിക്കുന്ന ആ വാക്യം ഇന്നും ഇപ്പോഴും ഇതേ രീതിയിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം എടുത്ത് ഇങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നത്. മനസ്സിലായോ? അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. പ്രകൃതിയിൽ നോക്കുക. എല്ലാം സ്ക്രിപ്ചറിലോ അല്ലെങ്കിൽ വേറെ ഒരു രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലത്തോ നമുക്കത് കാണേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായും മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. മനുഷ്യന് മാത്രമല്ല സകല ചരാചരങ്ങളിലും താങ്കൾക്ക് ആ സ്നേഹത്തെ അനുഭവിക്കാൻ സാധിക്കും. താങ്കളുടെ അമ്മയോട് തോന്നുന്ന സ്നേഹം താങ്കൾക്ക് ഏതെങ്കിലും ഒരു സ്ക്രിപ്ചറിൽ ബേസ്ഡ് ആണെന്ന് താങ്കൾ കുഞ്ഞുനാളിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകം പഠിച്ചിട്ടാണോ അമ്മയെ സ്നേഹിക്കുന്നത്, സഹോദരങ്ങളെ സ്നേഹിക്കുന്നത്? ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഇതാണ് അതിനുള്ള ഉത്തരം. സ്ക്രിപ്ചറിലല്ല സ്നേഹം ഇരിക്കുന്നത്, അത് മനുഷ്യന്റെ മനസ്സിലാണ്. സഹജീവികളോടുള്ള കരുണ, എന്താ പറയണ്ട, അവരോടുള്ള ദയ, ഇതൊക്കെ ഇരിക്കുന്നത് അവന്റെ മനസ്സിലാണ്. അല്ലെങ്കിൽ സ്ക്രിപ്ചറിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെച്ചത് കൊണ്ട് സ്നേഹം ഉണ്ടാക്കിയെടുക്കുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതുപോലെ താങ്കളുടെ യേശു പറഞ്ഞിരിക്കുന്നത് പോലെ മാതാവിനെയും പിതാവിനെ സ്നേഹിക്കുന്നതിനുപരി എന്നെ സ്നേഹിക്കണമെന്ന് പ്രവർത്തികളിലൂടെ തെളിയിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞോ? ഈ റാണി രാജേഷിനോട് ആദ്യത്തെ ചോദ്യം. എന്റെ ചോദ്യം ഇതാണ്. ഇദ്ദേഹം പറഞ്ഞു ഏസാവിനെ യഹോവ വളരെയധികം സ്നേഹിച്ചു. അതായത് യഹോവയൊന്നും ഇദ്ദേഹത്തിന് വിഷയത്തിൽ നിന്ന് അകന്ന് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അതായത് പഴയ നിയമ സ്ക്രിപ്ചറിലൂടെയും ഇതിലൂടെയും ഒക്കെ പോകാം. പക്ഷെ ഞാനൊരു കാര്യം കൃത്യമായി ചോദിക്കുമ്പോൾ എന്താണ് യേശുവിനെ കുറിച്ചുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, എന്തായാലും ഞാൻ ഇദ്ദേഹത്തിന്റെ വാദങ്ങളിൽ എടുത്ത് ഞാൻ പറയാണ്. എന്താ പറയണത്? ഏസാവിനെ ഒക്കെ സ്നേഹിച്ചു, അവനെ പന പോലെ വളർത്തി എന്നുള്ളതാണ് രാജേഷ് ബ്രദർ പറഞ്ഞിരിക്കുന്നത്. എന്നാ മലാക്കി എടുത്തോളൂ. മലാക്കി 1:3. ഏസാവിനെ വെറുക്കുകയും ചെയ്തു, ഞാൻ അവന്റെ മലമ്പ്രദേശം ശൂന്യമാക്കി, അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മലാക്കി 1:3 വാക്യത്തിൽ പറയുന്നത്. ജെറേമിയയിലും ഇതേ വാക്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 49:10 വാക്യം. ഏസാവിനെ ഞാൻ ശൂന്യമാക്കി, അവന്റെ ഒളി സങ്കേതങ്ങൾ തുറന്നിട്ടു, അവനെ ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല. അവന്റെ മക്കളും സഹോദരങ്ങളും അയൽക്കാരും നശിച്ചു, അവൻ ഇല്ലാതായി. നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്നത് തെറ്റല്ലേ? ഇതാണ് എന്റെ ചോദ്യം. മറുപടി
ആ സഹോദരി പറഞ്ഞു വിഷയത്തിൽ നിന്ന് എനിക്ക് മാറാം, അതുകൊണ്ട് സഹോദരിയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ല എന്നാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിയില്ല. പുനരുദ്ധാനം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന വിഷയമല്ലല്ലോ ചർച്ച ചെയ്തത്. ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് സഹോദരി എടുത്തു. അമ്മയപ്പന്മാരെ വെറുക്കുക, ശത്രുവിനെ വെറുക്കുക, ദോഷിക്കുക, വെറുക്കുക, ഹെയ്റ്റ് ചെയ്യുക എന്ന വാക്യം എടുത്തപ്പോൾ അതിനോട് ചേർന്നൊരു വാക്യം ഞാൻ ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. വിഷയത്തിൽ നിന്ന് മാറിയില്ല. സബ്ജക്റ്റിനോട് അനുകൂലമായിട്ടുള്ളൊരു വാക്യം ഞാൻ എടുത്തന്നേ ഉള്ളൂ. ഹെയ്റ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ സഹോദരി പറഞ്ഞു യേശാവിൻ്റെ പ്രദേശങ്ങളെ ഞാൻ ഇത് ചെയ്തു എന്നാണ്. ഞാൻ യാക്കോബ് അനുഭവിച്ചതിൻ്റെ കഷ്ടത യേശാവ് അനുഭവിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ യേശാവിൻ്റെയും യാക്കോബിൻ്റെയും ചരിത്രം എടുക്കുമ്പോൾ യേശാവ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹപൂർണനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല എന്ന് സഹോദരി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തെളിയിച്ചാൽ ഞാനത് സ്വീകരിക്കാം. എന്നാൽ സഹോദരി ഉദ്ധരിച്ചത് മലാക്കി പ്രവചനമാണ്. മലാക്കി പ്രവചനത്തിലെ കാര്യം യേശാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. കാരണം യേശാവിൻ്റെ മലമ്പ്രദേശം ദൈവശൂന്യമാക്കിയെന്നല്ല ആക്കിയെന്നാണ് പറയുന്നത്. യേശാവിൻ്റെ മലമ്പ്രദേശം എന്ന് പറയുമ്പോൾ യേശാവിൻ്റെ ഏദോമ്യരെ കുറിച്ച് അവിടെ പറയുന്നത്. ഏദോമ്യർ, യേശാവിൻ്റെ വംശജായ ഏദോമ്യർ. ആ ഏദോമ്യർ ചെയ്ത പാപം, ഇസ്രായേൽ സ്വന്തം സഹോദരനെഴുതി ചെയ്ത പാപത്തെക്കുറിച്ച് ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ യേശാവിൻ്റെ ഏദോമ്യർ ഇസ്രായേലിനോട് ചെയ്ത പാപം, സ്വന്തം സഹോദരനെതിരെ ചെയ്ത പാപങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അവൻ ചെയ്ത പാപങ്ങൾ എന്താണെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എൻ്റെ താഴോട്ട് സൗകര്യം വായിച്ചാൽ ആ മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയും. ഇസ്രായേലിനോട്, സ്വന്തം സഹോദരനോട് അവർ ചെയ്ത ഈ ഏദോമ്യർ ചെയ്ത പാപം എന്ന് പറഞ്ഞാൽ ഏദോമ്യരുടെ അപ്പനായ ഏശാവ് യാക്കോബ് തിരിച്ചു വരുമ്പോൾ തൻ്റെ സഹോദരനോട് സ്നേഹത്തോടെ സ്വീകരിച്ചു. യാക്കോബ് പേടിച്ച് വന്നിട്ടും യാക്കോബിനോട് ഒരു പ്രതികാരവും കാണിക്കാതെ ഹൃദയത്തോട് യാക്കോബിനെ ചേർത്ത് വെച്ച് സഹോദര എന്ന് കെട്ടിപ്പിടിച്ച ഒരു ജ്യേഷ്ഠനായിരുന്നു ഏശാവ് ഉൽപ്പത്തി പുസ്തകത്തിലെ ചരിത്രത്തിൽ. ആ ഏശാവിനെ കുറിച്ചല്ല മലാക്കി പറയുന്നത്. കാരണം ആ ഏശാവ് യാക്കോബിനെതിരെ നിന്ന ഏശാവല്ല. മലാക്കി പറയുന്നത് യേശാവിൻ്റെ മക്കൾ രാജ്യമായിട്ട് തിരികെയും അവർ ഇസ്രായേലിനോട് ചെയ്ത പാപത്തിൻ്റെ, ഇസ്രായേലിനോട് ചെയ്ത ക്രൂരതയുടെ ശിക്ഷ ദൈവം വിധിച്ച കാര്യത്തെക്കുറിച്ചാണ് മലാക്കിയിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം യേശാവെന്ന വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ഉൽപ്പത്തി പുസ്തകം ത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് സഹോദരി ചൂണ്ടിക്കാണിക്ക് യേശാവ് നശിച്ചുപോയി, അവനൊരു അനുഗ്രഹവും ഇല്ല, അവന് സമ്പത്തില്ല എന്ന് അവിടെ നിന്ന് വായിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം സകല അനുഗ്രഹവും കൊടുത്തു. എന്നാൽ അതിന് ശേഷം ദൈവം യേശാവിന് അനുഗ്രഹം കൊടുത്തിട്ടും യേശാവിൻ്റെ സന്തതി പരമ്പരകൾ യേശാവിൻ്റെ മനോഭാവമില്ലാതെ തൻ്റെ സഹോദരമായ ഇസ്രായേലിനെ, യഹൂദന്മാർക്ക്, യാക്കോബ് എന്ന ഇസ്രായേൽ രാജ്യത്തിനെതിരെ അവർ ചെയ്ത നീച പ്രവൃത്തികൾക്ക് ശിക്ഷ വിധിച്ചതാണ് മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. രണ്ടും രണ്ട് സബ്ജക്റ്റാണ്. ക്ലബ്ബ് ചെയ്ത് സഹോദരി ചോദ്യം ചോദിക്കാതെ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് യേശാവിനെ ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ പറയുന്നത് അവരുടെ സന്തതി പരമ്പരകൾ ഒരു രാജ്യമായി തീർന്ന് സ്വന്തം സഹോദരമായ യഹൂദന്മാർക്കെതിരെ ചെയ്ത കിരാതമായ ചെയ്തികൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം രാജേഷ്. സഹോദരി പറഞ്ഞു ഈ ചരാചരങ്ങളിൽ മുഴുവനും അൺകണ്ടീഷണലായിട്ടുള്ള ലവ് കാണാൻ പറ്റുമെന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, കാട്ടിൽ വസിക്കുന്ന കാട്ടിലെ രാജാവായ സിംഹം തൊട്ടടുത്ത് കാണുന്ന ഒരു മാനിനെ കാണുമ്പോൾ അതിനെ കടിച്ചു കീറുന്നത് അൺകണ്ടീഷണൽ ലവ് ആണോ? ചോദ്യം മനസ്സിലായോ സോറി? റാണിക്ക് ചോദ്യം മനസ്സിലായി, ഉത്തരം പറയാം. മനസ്സിലായി. അതായത് താങ്കൾ എന്നെ വെല്ലുവിളിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തിയിൽ യേശാവിനെ ദൈവം വെറുത്തു എന്നുള്ളതിന്റെ വാക്യം. അല്ല, താങ്കൾ എന്നോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അജൻ എനിക്ക് താങ്കളോട് അല്ലെങ്കിൽ മോഡ്സിനോട് കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചത്. എന്നോട് പറഞ്ഞിരിക്കുന്ന ഉത്തരത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും ആ ഉത്തരം പറയാനുള്ള സൗകര്യം എനിക്ക് താങ്കള് തരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്നോട് ചോദിച്ചു ഇങ്ങോട്ടേക്ക്, അതായത്
ഇങ്ങനെയാണ് അവിടെ പറയണത്. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവൻ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അതായത് ഉൽപ്പത്തി 25-ാമത്തെ അധ്യായം പിന്നെ 23-ാം വാക്യം. അവിടെ ഏസാവിന് ജനിക്കുമ്പോൾ തന്നെ ദാസ്യവൃത്തി യാക്കോബിനായിട്ട് ഒരുക്കിയെടുക്കുന്ന യഹോവയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് താങ്കള് കാണുക. ഓക്കെ, എന്തായാലും യേശുവിന്റെ വാക്യത്തിലേക്ക് തന്നെ നമുക്കൊന്ന് പോകാം. യേശുവിന്റെ വാക്യത്തിലേക്ക് 72 പേരെ യേശു തെരഞ്ഞെടുക്കുന്നത് നമുക്ക് ലൂക്കിന്റെ 10-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് കാണാൻ സാധിക്കും. 72 പേരെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അയച്ചപ്പോൾ ചെന്നായ്ക്കളുടെ എന്റെ ചോദ്യമല്ല ഇത്, രമേന്റെ ചോദ്യമല്ലേ ഞാൻ ചോദിക്കണം. രാജേഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാ റാണി ഇപ്പൊ. ഓക്കെ, ശരി. അതായത് പിന്നെ താങ്കൾ ചോദിച്ചിരിക്കുന്നത് സിംഹത്തിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് അവിടെ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സ്വന്തമായിട്ടുള്ള ആൾക്കാര് അവിടെ ജീവിച്ചിരിക്കുന്നത്, അതായത് മനുഷ്യരോടാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ ജീവജാലങ്ങളോടാണ് കാണിക്കുന്നത്. അത് പ്രകൃതിയുടെ നിയമമാണ്. ആ പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അതിനുള്ളിലുള്ള കാര്യമാണ് പറയുന്നത്. അത് സ്വാഭാവികമായി ഒരു മനുഷ്യനോട് തോന്നുന്ന ഒരു സ്നേഹം, അതുപോലെ തന്നെ സിംഹങ്ങളോട് തോന്നുന്ന ഒരു സ്നേഹം. ഞാൻ പറയുന്ന ആ ഒരു കാര്യം, മാതൃത്വത്തിന്റെ കാര്യം ആ രീതിയിലാണ്. അതല്ലാതെ മറ്റുള്ള കാര്യത്തിലേക്കല്ല ഞാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ട് അവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരെ ആഹരിച്ചേ പറ്റുള്ളൂ. അത് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ ഈ ഇതെന്ന് പറയുന്നത്, അതായത് സിംഹം എന്ന് പറയുന്നത്. താങ്കൾ ഒരു ഇതിൽ നിന്നും പോലുമല്ല ചോദിക്കുന്നത്, വിഷയത്തിൽ നിന്ന് പോലുമല്ല താങ്കൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് വളരെ ആശ്ചര്യവാഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും കേട്ടോ. അതായത് ഇത് ബൈബിളിൽ ഉണ്ടോ? അതായത് സിംഹം മറ്റുള്ള പിന്നെ ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല വാൻകുട്ടീനെയൊക്കെ ആഹരിക്കുന്ന ഒരു കാര്യം ഈ താങ്കൾ ബൈബിളിൽ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നാൽ എനിക്ക് അതിനുള്ള ഉത്തരം പറയാമായിരുന്നു. ഓക്കെ, റാണിജി എന്റെ ഉത്തരം കഴിഞ്ഞു. രണ്ടാമത്തെ ഇല്ലാത്ത അല്ലെങ്കിൽ ബൈബിളിൽ ഇല്ലാത്ത കാര്യത്തിലൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് വേണ്ട, നീ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോക്കോ. ഓക്കെ, എന്തായാലും യേശു മറ്റുള്ളവരുടെ ദൈവവിശ്വാസത്തിൽ ഇടർച്ച വരുത്താനായി സുവിശേഷ പണിക്ക് വേണ്ടിയിട്ട് 72 പേരെ, 12 പേരെ ആദ്യം തെരഞ്ഞെടുക്കുന്നു, 72 പേരെ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒക്കെ കൂട്ടി ചേർക്കുന്നുണ്ട്. എന്തായാലും 72 പേരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഒക്കെ അയച്ചപ്പോൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുന്നു. ഏത് ദൈവത്തെ ആരാധിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്ന വിജാതീയരാണോ ചെന്നായ്ക്കൾ? അല്ല, തങ്ങളുടെ വിശ്വാസത്തിൽ ഇടർച്ച വരുത്തുന്നവരെ പട്ടണത്തോടെ അഗ്നിക്ക് ഇരയാക്കണം എന്ന് പറയുന്ന താങ്കളുടെ യേശുവാണോ യഥാർത്ഥ ചെന്നായ? നിയമാവർത്തന പുസ്തകം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അന്യദേവനെ ആരാധിക്കണമെന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പട്ടണത്തോടെ ചുട്ടുകൊല്ലുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ഇടർച്ച വരുത്തുന്നവരെ, തങ്ങളുടെ വിശ്വാസത്തിൽ ഇടർച്ച വരുത്തുന്നവരെ പട്ടണത്തോടെ ചുട്ടുകളയണം എന്ന് പഠിപ്പിക്കുന്ന നിങ്ങളുടെ ദൈവം പറയുന്നത് അവിടെ പോയി ഇടർച്ച വരുത്തുക എന്നുള്ളതാണ്. അവരെ വിളിക്കുന്നത് ചെന്നായ്ക്കൾ എന്നും. അപ്പം ഈ യഥാർത്ഥത്തിൽ ആരാണ് ചെന്നായ? താങ്കളുടെ യേശുവാണോ? യേശുവല്ലേ ഈ ചെന്നായ എന്ന് പറയുന്നത്? സഹോദരി, എന്തായാലും സഹോദരി സോറി, ഞാൻ ഇടപെട്ടതിൽ ഒരു തെറ്റിദ്ധാരണപ്പെടുത്താണ് ഇടപെട്ടത്. സഹോദരിക്ക് സമയം ഇഷ്ടം പോലെ വിനിയോഗിക്കാം. ഞാൻ അതിൽ മൈക്കെടുത്തതിൽ ഞാൻ അങ്ങയുടെ സഹോദരിയോട് ക്ഷമ ചോദിക്കുന്നു. സഹോദരി, ഞാൻ ചോദിച്ച ചോദ്യം ബൈബിളിൽ നിന്നല്ല എന്നുള്ളത്, ഞാൻ ബൈബിളിൽ നിന്നുള്ളൊരു ചോദ്യമാണ് സഹോദരിയോട് ചോദിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. കാരണം ബൈബിളിനെതിരായി നിൽക്കുന്ന ഒരാളടുത്ത് ബൈബിളിലെ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കേണ്ട ഒരു കാര്യം എനിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ബൈബിളിൽ നിന്ന് സഹോദരിയോട് ചോദിക്കാത്തത്. കാരണം സഹോദരിയോട് ബൈബിളിൽ നിന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ സഹോദരിയിൽ നിന്ന് ബൈബിൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല. സഹോദരിയെ അവതരിപ്പിച്ച കാര്യത്തിൽ നിന്നാണ് ചോദിക്കേണ്ടത്. അപ്പോഴും ഞാൻ സഹോദരി പറഞ്ഞു, അൺകണ്ടീഷണൽ ലവ് സകല ചരാചരങ്ങളിലും കാണാൻ കഴിയുമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് സഹോദരി വച്ചപ്പോഴാണ് എൻ്റെ ചോദ്യം. അപ്പോൾ സഹോദരി പറഞ്ഞു, അൺകണ്ടീഷണൽ ലവ് നമുക്ക് ചരാചരങ്ങളിലെല്ലാം കാണാൻ കഴിയത്തില്ല
എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ആ ചോദ്യം സൗകര്യം പോയോ അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ബൈബിളിൽ നിന്ന് അല്ലാത്ത ചോദ്യങ്ങൾ സൗകര്യത്തിൽ ചോദിക്കുന്നത്. കാരണം സഹോദരിയോട് ബൈബിളിൽ നിന്ന് എനിക്കൊന്നും ചോദിച്ചു മനസ്സിലാക്കാനില്ല, അതുകൊണ്ടാണ്. അപ്പം അതിന് സഹോദരി പറഞ്ഞു അതില്ല, അത് ആഹരിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അൺകണ്ടീഷണൽ ലവ് ആണ് എന്ന് സിസ്റ്ററുകൾക്ക് ഇല്ല. അൺകണ്ടീഷണൽ ലവ്, കണ്ടീഷണൽ ലവ് ആണ് മാക്സിമം ഉള്ളത്. അതിനുള്ള പല തെളിവുകളുണ്ട്. ദൈവത്തിന് മാത്രമാണ് അൺകണ്ടീഷണൽ ലവ് ചെയ്യാൻ പറ്റും. സെൽഫ്ലെസ് ലവ്, അൺകണ്ടീഷണൽ ലവ് അത് ദൈവസ്നേഹത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം സഹോദരി എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു വിജാതികരെ ചെന്നായ്ക്കളെന്ന് വിളിച്ചു എന്നാണ്. ഇല്ല സഹോദരി, അങ്ങനെ വിളിച്ചിട്ടില്ല. സഹോദരി നേരായിട്ട് ബൈബിൾ വായിച്ചെങ്കിൽ എൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കുന്നത്. യേശുക്രിസ്തു വിളിച്ചത് യഹൂദന്മാരെയാണ്. കാരണം സഹോദരി വായിച്ച ഭാഗം തന്നെ ഞാൻ വായിക്കാം. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, യേശു 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. ജാതികളുടെ അടുക്കൽ, അതായത് ആജ്ഞാപിച്ചത് ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയുടെ പട്ടണത്തിൽ കടക്കാതെയും. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോഴും പറയുകയാണ്, 70 പേരെ അയക്കുമ്പോഴും പറയുകയാണ്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്. 2, നിങ്ങൾ ശമരിയക്കാരുടെ അടുക്കൽ പോകരുത്. പിന്നെ നിങ്ങൾ ആദ്യത്ത് പോകണം. ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ശമരിയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ ചെല്ലുവിൻ. അപ്പോൾ യേശുക്രിസ്തു അയച്ചത് ഇസ്രായേലിലേക്കാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കലേക്കാണ് അയച്ചത്. എന്നിട്ടാണ് യേശുക്രിസ്തു അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഇൻഡയറക്റ്റ് ഇവിടെ ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് ഇസ്രായേൽ, കാണാതെ പോയ ആടുകളായ ഇസ്രായേലിനെയാണ് ഇവിടെ ചെന്നായി എന്ന് വിളിക്കുന്നത്. ജാതികളെ കർത്താവ് ഇവിടെ ചെന്നായി എന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ സഹോദരി ആദ്യം പറഞ്ഞു ആ സ്ത്രീയെ യേശുക്രിസ്തു നായെന്ന് വിളിച്ചു, അല്പം കടുപ്പം കുറഞ്ഞതായിരുന്നു. പക്ഷേ യഹൂദനെ, അതായത് ഇവിടെ കാണാതെ പോയ ഇസ്രായേൽ ഗോത്രത്തിലേക്കുമ്പോൾ യഹൂദനെ വിളിക്കുന്നത് അവൻ നായല്ല, അവൻ ചെന്നായാണ്. എന്ന് പറഞ്ഞാൽ നായ്ക്ക് ചിലപ്പോൾ ഇതിൽ സ്നേഹമുണ്ട്, ചെന്നായി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ക്രൂരമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് മുഖപക്ഷമില്ല എന്നൊന്നുകൂടെ വ്യക്തമായാണ്. അതുകൊണ്ട് ഈ പറയുന്ന മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വിജാതിയരെ നായി, ചെന്നായി എന്ന് വിളിച്ചിട്ടില്ല. കാരണം യേശുക്രിസ്തു അയക്കുന്നത് യഹൂദന്മാരുടെ ഇടയിലേക്കാണ്. ആ യഹൂദന്മാരെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, ചെന്നായ്ക്കളുടെ നടുവിൽ നിങ്ങളെ ഞാൻ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. എന്നിട്ട് മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അടുത്ത് പറയുന്നത്, അവൻ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളിയിൽ വച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്യും. വിജാതിയർക്ക് ക്ഷേത്രങ്ങളേ ഉള്ളൂ, പള്ളിയില്ല. പക്ഷേ യഹൂദന് സിന്നഗോഗുണ്ട്. സിന്നഗോഗിനെ വിവർത്തനം ചെയ്തിരിക്കുന്നതാണ് പള്ളി എന്ന് പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ചെന്നായ് എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൻ്റെ നേതാക്കന്മാരും യഹൂദ മതത്തിൻ്റെ തീവ്ര ആശയക്കാരുമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ ജാതികളെ, വിജാതിയരെ ചെന്നായ് എന്ന് വിളിച്ചിട്ടില്ല. ഇവിടെ യേശുക്രിസ്തു വിളിച്ചത് യഹൂദനെയാണ്. പക്ഷേ വിജാതിയരെ സൗരി പറയും പോലെ, യഹൂദന്മാർ ചിന്തിക്കുന്നത് പോലെ നായ എന്നൊരു ഉപമ യേശുക്രിസ്തു പറഞ്ഞു. പക്ഷേ യഹൂദനെ ചെന്നായ് എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് വിജാതിയെ വിളിച്ചിട്ടില്ല. ഈ ഭാഗം യഹൂദനെ വിളിക്കുന്നതാണ്. ഇനി രാജന്റെ 3-ാമത്തെ ചോദ്യം. എനിക്ക് എത്ര ചോദ്യമായി പറയാൻ പറ്റുമോ? റാണിക്ക് ഇതുവരെ 2 ചോദ്യം, ഇനി 3-ാമത്തെ വരുന്നേ ഉള്ളൂ. രാജ 3-ാമത്തെ ചോദ്യം ചോദിച്ചു. മൂന്നാമത്തെ ചോദ്യം, ഒരു ചെന്നായ് എന്ന് പറയുന്ന പദപ്രയോഗം, അത് വളരെ മോശം ഒരു പദപ്രയോഗമായിട്ടാണ് സഹോദരി പറഞ്ഞത്. ഞാനൊരു സഹോദരി അവതരിപ്പിച്ച വിഷയത്തിൽ നിന്നല്ല, ഒരു കാര്യം അവതരിപ്പിച്ച വിഷയത്തിൽ നിന്ന് ചോദിക്കണമല്ലോ. അപ്പോൾ ചെന്നായ് എന്ന് നമ്മളിപ്പോൾ ചില ആൾക്കാരെ പറയാറുണ്ട്, അവൻ ചെന്നായിയുടെ സ്വഭാവമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ സഹപാഠികൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പറയുകയാണ്, ഇവന്മാർ ചെന്നായ്ക്കളേക്കാൾ ഭീകരവാദികളാണ്.
ചെന്നായ്ക്കളേക്കാൾ ഇവന്മാർ ജീവിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയെ വിശദീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാടത്വത്തെ വിശദീകരിക്കാനായിട്ട് ഒരു പദപ്രയോഗം ഉപയോഗിക്കുമ്പോൾ ആ ആശയത്തെ അത് വ്യക്തമാക്കുന്നതാണോ, ആളിനെ വിളിക്കുന്നതാണോ? റാണിജി ഉത്തരം പറയാം. ഓക്കെ, വിഷയത്തിൽ നിന്നല്ല അദ്ദേഹം വീണ്ടും ചോദ്യം ചോദിച്ചിരിക്കുന്നത്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ അദ്ദേഹം എനിക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ചോദ്യത്തിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. 5 മിനിറ്റ് ഉണ്ടല്ലോ. അത് താങ്കൾ പറഞ്ഞു അത് 72 പേരുടെ കാര്യമാണ്. 12 പേരാണ് പിന്നെ സമരിയയിലേക്കും വിജാതിയരുടെ അടുത്തേക്കും പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. 72 ലൂക്കിൽ പറഞ്ഞിരിക്കുന്ന 72 പേരോട് സകല പട്ടണങ്ങളിലേക്കും പോയിക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്നത് സമരിയയുടെ അടുത്തേക്ക് പോയില്ല, നേരിട്ട് യേശു പോകുന്ന വാക്യം ഞാൻ താങ്കൾക്ക് യോഹന്നാന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും. യേശു പറഞ്ഞു, അതായത് യോഹന്നാൻ പുസ്തകം 4:21-22, യേശു പറഞ്ഞു, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. യേശുവിൽ നിന്ന് മാത്രമല്ല, യഹൂദരിൽ നിന്ന് പോലും രക്ഷയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന യേശുവിനെ താങ്കൾക്ക് കണ്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും താങ്കളോടുള്ള ഒരു ചോദ്യം എന്ന് ഞാൻ പറയുന്നത്, ഇപ്പൊ എന്നിട്ട് അവിടെ യേശുവിനെ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നു, വിശ്വാസത്തിൽ ഏർപ്പെടുത്തി എന്നും പറഞ്ഞിട്ടാണ് യേശു അവിടെ നിന്ന് മാറുന്നത് പോലും. അപ്പോ ഇനിയിപ്പോ താങ്കൾ പറഞ്ഞിരിക്കുന്ന ചോദ്യം, അതായത് ചെന്നായ എന്ന് പറയുന്ന ഒരു കാര്യം, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ താങ്കൾ ചോദിക്കേണ്ട വിജാതീയരായിട്ടുള്ള ആൾക്കാരെ അല്ല, യഹൂദരെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ ഇതേ രീതിയിൽ ഈ കാര്യം പറയുന്നത് പൊടി തട്ടിയിടാനും മറ്റുള്ള ആ രീതിയിലേക്ക്, അപ്പൊ പിന്നെ യഹൂദരോട് നിങ്ങളോട് സുവിശേഷം പറയാനല്ലേ ഈ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ പിന്നെ നടത്തിവിടുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ പറയുന്നില്ല, യഹൂദന്മാരെ അല്ല അത് വിളിക്കണത്, യഹൂദന്മാരല്ല, പൊതുവെ എല്ലാ വിജാതീയരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്, അതുപോലെ സർപ്പങ്ങളെ പോലെ നിങ്ങൾ വിവേകികളായിരിക്കും എന്നുള്ളതാണ് അവിടെ യേശു അങ്ങനെ പറഞ്ഞു വെക്കുന്നത് പോലും. അപ്പൊ നിങ്ങൾ പറയാണ് ഇത് ചെന്നായ്ക്കൾ അത്ര വലിയ ഒരു നീചമായിട്ടുള്ള ഒരു കാര്യമാണോ? നീചമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ആക്ഷേപിച്ച് വിളിക്കുക എന്ന് പറയുമ്പോൾ, അതിന്റെ അർത്ഥത്തിൽ വരുമ്പോൾ അതൊരു വളരെ നീചമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എന്റെ ചോദ്യം ഇതാണ്. ഓക്കെ, എന്റെ ചോദ്യമല്ലേ? കേൾക്കത്തില്ല. നീ ചോദ്യമാണോ? 3-ാമത്തെ ചോദ്യമാണോ? ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, ഞാനത് ചോദിക്കാം. ഇവിടെ പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുവിൻ. ഇനി മത്തായി 12:30 പറയാണ്, താങ്കൾ പറഞ്ഞിരിക്കുന്ന അതേ വാദം തന്നെയാണ്. അതായത് യേശു ശത്രുവിനെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരെയും ശത്രുക്കളെ പോലും സ്നേഹിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വാക്യം പോലും യേശു മറ്റുള്ള ആൾക്കാരെ ഒരു ഇതാക്കുന്ന ഒരു കാര്യം പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, എന്നോട് കൂടെ അല്ലാത്തവൻ എന്റെ എതിരാളിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന വാക്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് മത്തായി 12:30 ഈ വാക്യത്തിൽ എങ്ങനെയാണ് പിന്നെ യേശു നിങ്ങളോട് പറയുന്നു, ഇത് മാത്രം നിങ്ങൾ കാണിച്ചെടുക്കുന്നു, അതായത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. എന്നിട്ട് പറയും അത് മാത്രമേ ബൈബിളിൽ ഉള്ളൂ, എല്ലാവരെയും സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ യേശു പറയാണ്, എന്നോട് കൂടി അല്ലാത്തവൻ എന്റെ എതിരാളിയാണ് എന്നുള്ളത്. അപ്പോ ഈ വാദം താങ്കൾ എങ്ങനെ കാണുന്നു? ഇത് യേശുവിന്റെ സ്നേഹമാണോ? ഇതും യേശുവിന്റെ സ്നേഹമാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്നുള്ളത് താങ്കൾ പറയുന്നു, അത് യേശു സ്നേഹം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇതും എന്നോട് കൂടി അല്ലാത്തവൻ എന്റെ എതിരാളിയാണ് എന്നുള്ളതും യേശുവിന്റെ സ്നേഹമാണോ? ഉത്തരം പറഞ്ഞു. ആ വാക്യം ഒന്ന് പറ സഹോദരി, കേട്ടില്ല, ആ വാക്യം ഒന്ന് പറഞ്ഞേ. ആ വാക്യം മത്തായി 12:30. ഒരുപാട് ലൂക്കിലുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. മത്തായി 12:30. അപ്പോൾ സഹോദരി, നമുക്ക് സഹോദരി ഉത്തരം പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, സഹോദരിക്ക് ഇഷ്ടം പോലെ പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെ, അങ്ങനെ നമ്മുടെ സഹോദരിക്ക് കിട്ടുന്ന 5 മിനിറ്റ് സഹോദരിക്ക് ഇഷ്ടം പോലെ അത് വിനിയോഗിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ആണ് സഹോദരി. ഉണ്ടോ? കേൾക്കാവോ? ഇടയ്ക്ക് കേട്ടില്ലായിരുന്നു. അല്ല, കേൾക്കുന്നുണ്ടായിരുന്നു. സഹോദരിക്ക് ഇഷ്ടം പോലെ വിനിയോഗിക്കാം, അതിനൊരു മുൻകൂർ ജാമ്യമൊന്നും വേണ്ട, സഹോദരിക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിൽ വിഷയമില്ല.
അപ്പോൾ ഈ 10-ാം അധ്യായത്തിലെ സഹോദരി പറഞ്ഞു യേശു ക്രിസ്തു 70 പേരെ അയച്ച കാര്യമാണ്. ഇത് 2-3 ഭാഗത്ത് മാറിക്കിടക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നും. പക്ഷേ ഈ ഭാഗത്ത് യേശു ക്രിസ്തു പിന്നെ പറയുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന കാര്യമുണ്ട്. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് അവർ തനിക്ക് മുമ്പായി ഈ 2 അയച്ചു. അപ്പോൾ യേശു പോകാനുള്ള പട്ടണത്തിലേക്കാണ് അയച്ചത്. അത് ഏത് പട്ടണമാണ് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് യേശു ക്രിസ്തു പറയുകയാണ്, അവരോട് പറയും, ഏത് പട്ടണം ചെന്നാൽ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ ഞെരുക്കത്തിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിപ്പൊടി എന്ന് പറഞ്ഞു. ആ പട്ടണത്തേക്ക് സഹിക്കാതാവുമെന്ന് പറഞ്ഞു. സോദോമ്യർക്കും ആ നാളിൽ സഹിക്കാതാവുമെന്ന് പറഞ്ഞു. കോരസീനെ നിനക്കയ്യോ കഷ്ടം, ബെത്സയിദേ നിനക്കയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെട്ട് വെണ്ണീറിലും ഇരുന്നു മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധികൾ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാതെ. നീയോ കവർന്നഹൂമേ, സ്വർഗത്തെക്കാൾ ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താന്നു പോകും എന്ന് യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു ഇവരെ അയച്ചത് ഈ പറയുന്ന പട്ടണങ്ങളിലേക്കാണ്. എന്നിട്ടാണ് യേശുക്രിസ്തു ആ പട്ടണങ്ങൾക്ക് ന്യായവിധി പറയുന്നത്. അല്ല ശമരിയുടെയും ജാതിയുടെ അടുക്കലേക്കല്ല. ശമരിയുടെയും ജാതിയുടെ അടുക്കൽ പോകുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ടാണ് പോയിട്ടുള്ളത്. ആ ഭാഗം അത് അവതരിപ്പിച്ചപ്പോൾ 12 ശിഷ്യന്മാരുമായി പോയി ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു. അത് കഴിയുമ്പോൾ ശിഷ്യന്മാരാണ് അയച്ചത്. 2 പേരെ അയച്ചപ്പോൾ അവർ വന്ന് ആകാശത്ത് തീ ഇറക്കി കൊല്ലാൻ പറഞ്ഞത്. അത് ശമരിയയുടെ അയക്കുന്ന കാര്യം 12 ശിഷ്യന്മാരാണ്. 70 പേരെ അയച്ചത് ഈ പറയുന്ന പട്ടണങ്ങളിലേക്കാണ്. അത് ഇതും കൂടെ ക്ലബ് ചെയ്യാൻ പറ്റില്ല. 2 സന്ദർഭമാണ്. അത് പറഞ്ഞ് ഞാൻ അടുത്ത സഹോദരിയുടെ ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ സഹോദരി ചോദിച്ചത് മത്തായി സുവിശേഷം 12-ന്റെ 30-ാമത്തെ വാക്യമാണ്. ആ 12-ാമത്തെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, അനന്തരം ചില ഇത് ശ്രദ്ധിച്ച് നിൽക്കുമോ എന്ന്. അപ്പോൾ യേശു ക്രിസ്തു ഇത് പറയാനുള്ള കാര്യം താഴോട്ട് വായിക്കുന്നുണ്ട്. ഞാൻ ബേസബിളിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞു. 29-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടില്ലാതെ ബലവാൻ്റെ വീട്ടിൽ നിന്ന് കോർപ്പം കളയുവാൻ കഴിയുകയില്ല. എന്നിട്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാവവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ഇത് യേശു ക്രിസ്തു പറയുന്നത് യഹൂദന്മാരോടാണ്. ആ യഹൂദന്മാരായ ആൾക്കാർ യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു. യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ ഇവന്മാർ പറഞ്ഞു, യേശു ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളും പ്രവർത്തികളും പിശാചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം 12-ന്റെ 24 പറയാണ്, ഇത് കേട്ടിട്ട് പരീശന്മാർ പറയുകയാണ്, പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയ്സബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. അപ്പോഴാണ് യേശു പറയുന്നത്, തന്നെത്താൻ ഒരു പട്ടണത്തിൽ ചിത്രിക്കാൻ നിനക്ക് ഇരിക്കുമോ എന്ന് ചോദിച്ചത്. എന്നിട്ട് അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകണം. ഭൂതങ്ങളുടെ തലവനായ ബെയ്സബൂൽ ഭൂതങ്ങളെ പുറത്താക്കുമോ? ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ലോജിക്കൽ ചോദ്യം. അതിന് കർത്താവിൻ്റെ ആൻസർ ഇല്ല, ഒരിക്കലുമില്ല. ഭൂതങ്ങളുടെ തലവൻ ഭൂതങ്ങളെ പുറത്താക്കത്തില്ല. സ്വന്തം രാജാവ് സ്വന്തം പടയാളികളെ കുത്തിക്കൊല്ലുമെന്നായി ചോദിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സൈന്യം തീരത്തില്ലയോ എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. 26 ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. അപ്പോൾ സാത്താനെ പുറത്താക്കുന്നു എങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. അപ്പോൾ ഇത് സാത്താൻ അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവമായതുകൊണ്ടും ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് സാത്താൻ്റെ കാര്യം, സാത്താനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോഴാണ് യേശു പറയുന്നത്, സാത്താനെ പുറത്താക്കുമോ? ഒരു രാജാവ് സ്വന്തം പടയാളികളെ കൊല്ലുമോ? അപ്പം അതിന് സൈന്യമില്ലാതായി തീരത്തില്ലേ? സൈന്യം നശിച്ചു പോകത്തില്ലേ എന്ന ആശയം യേശു പറഞ്ഞിട്ട് താഴോട്ട് പറയുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. എന്നിട്ട് യഹൂദനോടാണ് പറഞ്ഞത്, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. കറക്റ്റാണ്. കാരണം യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രംഗപ്രവേശനമെന്ന് മനസ്സിലാക്കാതെ അത് സാത്താൻ്റെ മേൽ ആരോപിച്ചപ്പോൾ ആ യഹൂദന്മാരോട് പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കെതിരാകുന്നവൻ ദൈവത്തിന് പ്രതികൂലമാണ് എന്ന് യഹൂദനോടാണ് പറഞ്ഞത്. വിജാതിയെ കുറിച്ചേ അല്ല അവിടെ. ഓക്കെ, ഇനി 4-ാമത്തെ ചോദ്യം രാജേഷ. രാജേഷേ.
എന്ത് ചോദ്യമാണ്? നാലാമത്തെ ചോദ്യം. ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. സഹോദരി, എൻ്റെ ചോദ്യം സഹോദരി നേരത്തെ പറഞ്ഞു ബൈബിളിൽ ശിക്ഷാവിധികളെക്കുറിച്ച് ദൈവം ശിക്ഷിക്കും, ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമെന്നെല്ലാം പറഞ്ഞു. ആ ശിക്ഷിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ ഒരു വലിയ അതായത് സ്നേഹം എന്ന് പറഞ്ഞ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നു, നോക്കട്ടെ. ഇല്ലെങ്കിൽ വേണേ റാണിക്ക് തിരിച്ചു വയ്ക്കാം. ഇല്ല. അപ്പം എൻ്റെ ഞാൻ ചോദ്യം ചോദിക്കാം. അതായത് ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ നൽകുന്നത് കൊണ്ട് അപ്പന് സ്നേഹമില്ല എന്നൊരാശയം വരുമോ? ഒരാളെ ശിക്ഷിച്ചത് കൊണ്ട് അത് സ്നേഹത്തിൻ്റെ അഭാവത്തിൻ്റെ ലക്ഷണമാണോ? ഇതാണ് എൻ്റെ ചോദ്യം. ഒരു അപ്പൻ ഒരു മകനെ ശിക്ഷിച്ചാൽ അത് സ്നേഹത്തിൻ്റെ അഭാവമാണോ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണോ? ഇതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, റാണിജി. ഓക്കെ, താങ്കളുടെ ഉത്തരം പറഞ്ഞത്, ആ ചോദ്യത്തിന്റെ ഉത്തരം താങ്കൾ മറ്റുള്ള ഉത്തരത്തിന്റെ രീതിയിൽ തന്നെ, താങ്കൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് പറയണം. അതായത് താങ്കൾ പറഞ്ഞു വിജാതീയരുടെ അടുത്തേക്കല്ല, ഇത് യഹൂദർക്ക് മാത്രമാണ് ഇറക്കിയിട്ടുള്ളത്, പിന്നെ എന്തിനാണ് നമ്മൾ ഈ പുസ്തകം എടുത്ത് ഇവിടെ വിശദീകരണം അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഡിബേറ്റ് എന്തിനാണ്, ചർച്ചയുടെ ആവശ്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം താങ്കളോട് ചോദിക്കുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണ്. അതായത് എല്ലാ മനുഷ്യർക്കും, മനുഷ്യരുടെ മുൻപിലേക്ക് വെച്ചത് അത് യഹൂദർക്ക് മാത്രം ശത്രുവിനെ സ്നേഹിക്കൂ എന്ന് അവരോട് മാത്രം യേശു പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ എതിരാളിയെ പിന്നെ എനിക്ക് അനുകൂലമല്ലാത്തവൻ എന്റെ എതിരാളിയാണ് എന്ന് പറയുമ്പോൾ അത് യഹൂദന്മാർക്ക് മാത്രമാണ് എന്ന് പറയുന്നു. അതുപോലെ വിജാതീയരെ നായ്ക്കൾ എന്ന് നമ്മൾ വിളിച്ചു എന്ന് പറയുമ്പോൾ അല്ല, അത് യഹൂദരെ വിളിച്ചതാണ്. മറ്റുള്ള മക്കളെ എന്ന് പറയുന്നത് എല്ലാവരെയും പൊതുവെ എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് യഹൂദന് ഉള്ളതാണെങ്കിൽ പിന്നെ യഹൂദന്റെ അവിടെ തന്നെ വെച്ചാൽ മതിയായിരുന്നു. ഈ പുസ്തകം എടുത്ത് നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവരേണ്ട ഒരാവശ്യം പോലും ഇല്ലായിരുന്നു എന്നുള്ള വസ്തുത. അതായത് ഈ യേശുവിന്റെ സ്നേഹം വളരെ മനോഹരമാണെന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കുകയാണ്, അതായത് അപ്പന്റെ ശിക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം പിന്നെ എങ്ങനെയാണ് പറയുന്നത്? അപ്പൻ ശിക്ഷിക്കുന്നത്, ഇപ്പോ അപ്പൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ കുഞ്ഞിനെ മാത്രമാണ് ശിക്ഷിക്കുന്നത്. അതല്ലാതെ അതിന്റെ കുഞ്ഞിനെ ഇനി ജനിക്കാനിരിക്കുന്ന സകലമാന കുഞ്ഞുങ്ങളെയും അപ്പൻ ചെയ്തിരിക്കുന്ന ഒരു തെറ്റിന്റെ പേരിൽ സകലമാന കുഞ്ഞു മക്കളെയും ശിക്ഷിക്കുന്ന ഒരു രീതി താങ്കൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എന്റെ അച്ഛൻ ചെയ്തിരിക്കുന്ന തെറ്റിന് അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ അച്ഛനെ ശിക്ഷിക്കുമായിരിക്കാം, അവിടം കൊണ്ട് നിർത്തും. ഈ അച്ഛൻ എന്ന് പറയുന്നത് അതിന്റെ ശിക്ഷയ്ക്ക് പോലും അവരെ ശിക്ഷിക്കാതെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് മേലിട്ട് വളരെയധികം ശിക്ഷകൾ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം നമുക്കിവിടെ പറയാൻ സാധിക്കുകയാണെങ്കിൽ നോഹയുടെ ഒരു കാര്യം തന്നെ നോക്കുക. അവിടെ കാനാനെയാണ്, ഹാമും ഷേമും ഒക്കെയാണ് അവിടെ അതിന്റെ അദ്ദേഹത്തിന്റെ നഗ്നത കാണുന്നതെങ്കിൽ ശിക്ഷിക്കുന്നത് പിന്നെ ആരെയാണ്? ഹാമിന്റെ മകനായിട്ടുള്ള കാനാനെയാണ് അവിടെ ശിക്ഷിക്കുന്നത്. ഇത് എന്തിന്റെ പേരിലാണ്? അതുപോലെ തന്നെ എന്നെ മാത്രം അപ്പൻ എന്ന് വിളിക്കണം, എന്നെ മാത്രം അപ്പൻ, ഇദ്ദേഹത്തിന് തന്നെ ഒരു ഉറപ്പില്ലാത്ത ഒരു അപ്പനായി പോയി എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പൊ എന്റെ അപ്പനാണെങ്കിൽ എന്നോട് പറയില്ല എന്നെ മാത്രം അപ്പൻ വിളിക്കണം, ഇല്ല എങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിച്ചു കളയും എന്നുള്ള രീതിയിൽ. അപ്പം അപ്പന് തന്നെ ഉറപ്പില്ല ഞാനാണോ അപ്പൻ എന്നുള്ളത്. ആ ഒരു തരത്തിലാണ് താങ്കൾ ഇതിനെ കാണുന്നത് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും വിഷയത്തിൽ നിന്ന് താങ്കൾ ചോദിക്കുകയാണെങ്കിൽ, വിഷയത്തിൽ നിന്ന് തന്നെ താങ്കൾ ചോദിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ള കാര്യം താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കാം. റാണിയുടെ നാലാമത്തെ ചോദ്യം. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്.
യേശുവിൽ വിശ്വസിക്കാത്തവരുടെ വിശ്വാസത്തിൽ ഇടർച്ച വരുത്തുന്നവന് തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലതെന്ന് ലൂക്കിന്റെ 17 വാക്യം 1-2 മാർക്കോസ് 9:42 അങ്ങനെയുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അന്യദേവനെ ആരാധിക്കാമെന്ന് പറഞ്ഞ് ആരിടർച്ച വരുത്തിയാലും പട്ടണത്തെ തന്നെ ദഹനബലിയാക്കി, അതായത് അഗ്നിക്കിരയാക്കി നാശകുമ്പാരമാക്കണമെന്നാണ് യഹോവ ശിക്ഷയായി 13 അധ്യായത്തിൽ 13-16 വാക്യങ്ങളിൽ പറയുന്നത്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഐഡിയോളജി വെച്ചിട്ട് മറ്റുള്ളവരുടെ ദൈവവിശ്വാസത്തിൽ ഇടർച്ച വരുത്താൻ നിങ്ങൾ പോകുമ്പോൾ അവർ പാവങ്ങളായ നമ്മളെ ഉപദ്രവിക്കുന്നേ എന്ന് നിങ്ങൾ ലോകം മുഴുവനും പഞ്ചപാവങ്ങളെ പോലെ അലറിക്കരഞ്ഞ് യേശുവിന്റെ സ്നേഹമാണ്, യേശു സ്നേഹമാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ഓക്കെ രാജേഷ്, മറുപടി മറുപടി പറയാനായിട്ട് പോവുകയാണ്. സഹോദരി, നിൻ്റെ ചോദ്യം അപ്പൻ ഒരു മകനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ സ്നേഹമില്ലായ്മയുടെ ഒരിതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹോദരി അതിന് ഉത്തരം പറഞ്ഞത് അങ്ങനെയല്ല. അപ്പന് മകനാണോ എന്ന് ഉറപ്പ് വേണോ എന്നാണ്. അപ്പന് മാത്രം പോരാ, ഇതെൻ്റെ അപ്പനാണോ എന്ന് മകനും ഉറപ്പ് വേണം. ഇപ്പോൾ അപ്പന് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് ഞാൻ ഇന്ന ആളിൻ്റെ മകനെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം മകനും വേണം. മകന് ജനിക്കുമ്പോൾ തന്നെ തൻ്റെ അപ്പൻ ആരാണെന്നുള്ള ഉറപ്പില്ല. അമ്മ പറഞ്ഞു കൊടുക്കണം, ഇതാണ് നിൻ്റെ അപ്പൻ എന്ന് അമ്മ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ജനിക്കുമ്പോൾ തന്നെ ഇതാണ് എൻ്റെ അപ്പൻ എന്ന് പറയാനുള്ള ഒരു മാനസിക വളർച്ചയിലല്ലല്ലോ ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. അപ്പോൾ അപ്പൻ പറഞ്ഞു കൊടുക്കണം മകൻ ആരാണ്. അപ്പൻ പറയണം, അല്ലെങ്കിൽ അമ്മ പറയണം, മകനെ ഇതാണ് നിൻ്റെ അപ്പൻ എന്ന് പറയണം. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമുക്ക് അപ്പൻ ആരാണെന്ന് ബോധ്യമാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ബൈബിളിൽ യഹോവ പറയുന്നത് ഞാനല്ലോ നിൻ്റെ സൃഷ്ടാവ് എന്ന് പറയാനുള്ള കാര്യം. മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ പാപത്തിൽ വീണുപോയ മനുഷ്യന് സൃഷ്ടാവായ ദൈവത്തെ ശരിയായിട്ട് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ജനിച്ചു വീണ സമയത്തിൽ ഞാൻ എൻ്റെ അപ്പനെ കയറിയ ഇതെൻ്റെ അപ്പനാണ് എന്നെനിക്ക് ബോധ്യം. ഞാൻ സർവ്വജ്ഞാനിയല്ലല്ലോ, അപ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇതാണ് എൻ്റെ അപ്പൻ എന്ന് മനസ്സിലായി. കാരണം എൻ്റെ അപ്പം എന്നെ എടുക്കാറുണ്ട്, എൻ്റെ അപ്പൂപ്പൻ എടുക്കാറുണ്ട്, എൻ്റെ മാമന്മാർ വന്ന് എടുക്കാറുണ്ട്, എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തന്നു ഇതാണ് മോനെ നിൻ്റെ അപ്പൻ. അപ്പോൾ ഈ ലോകത്തിൽ സകല മനുഷ്യരും പാപത്താൽ വീണ് ബഹുദൈവ ആരാധകരായി തീർന്നപ്പോൾ, യഥാർത്ഥ അപ്പനെ നഷ്ടപ്പെട്ടപ്പോൾ അപ്പൻ രംഗപ്രവേശനം ചെയ്ത് പറയുകയാണ്, മനുഷ്യ ഞാനാണ് നിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞത്. അത് വലിയൊരു അപരാധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പൻ ആരാണെന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നിലയുള്ള ഒരു മകനോട് യഥാർത്ഥത്തിൽ നിൻ്റെ അപ്പൻ ഞാനാണ് എന്ന് ഒരമ്മ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരമ്മയേക്കാൾ അധികം സ്നേഹമുള്ള ദൈവം ഞാനാണ് നിൻ്റെ സൃഷ്ടാവ്, ഞാനാണ് നിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞത് അപ്പൻ ഉറപ്പില്ലാത്തത് കൊണ്ടല്ല, ഈ മകന് അത് മനസ്സിലാക്കാനുള്ള മാനസിക വളർച്ച ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടും ദൈവം അവനോട് പറയുകയാണ് ഞാനാണ് നിൻ്റെ സൃഷ്ടാവ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനോട് ഇതാണ് നിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ദൈവം പറഞ്ഞു കൊടുക്കുന്നതാണ്. ദൈവത്തിന് ഉറപ്പില്ലാത്തത് കൊണ്ടല്ല, ഈ കുഞ്ഞിന് അപ്പൻ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സഹോദരി ചോദിച്ച ഉത്തരത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അതായത് സോറി, ആ ചോദ്യം വിട്ടുപോയല്ലോ, എന്നാലും ഞാൻ പറയാം. ഈ യേശുക്രിസ്തു ഇത് ശത്രുവിനെ സ്നേഹിക്കാൻ, അതല്ലേ ചോദ്യം രാമി? റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു ഉത്തരം കൂടുതലായല്ലോ. ഞാൻ ടൈം പോസ് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ശരി, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം. അതായത് അതെ, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തിൽ ഇടർച്ച വരുത്തുന്നവന് തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലതെന്ന് ലൂക്കിന്റെ 17:1-2 അന്യദേവനെ ആരാധിക്കാമെന്ന് പറഞ്ഞ് ആരിടർച്ച വരുത്തിയാലും പട്ടണത്തെ തന്നെ ദഹനബലി, അതായത് അഗ്നിക്കിരയാക്കി നാശകുമ്പാരമാക്കണമെന്നാണ് യഹോവ ശിക്ഷയായി നിയമാവർത്തനം 13-16 പറയുന്നത്. ഇങ്ങനെ ഒരു ഐഡിയോളജി വെച്ച് മറ്റുള്ളവരുടെ ദൈവവിശ്വാസത്തിൽ ഇടർച്ച വരുത്താൻ നിങ്ങൾ പോകുമ്പോൾ അവർ പാവങ്ങളായ നമ്മൾ ഉപദ്രവിക്കുന്നേ എന്ന് നിങ്ങൾ ലോകം മുഴുവനും പഞ്ചപാവങ്ങളെ പോലെ അലറിക്കരയുന്നത് ഈ അലറിക്കരഞ്ഞ് യേശുവിന്റെ സ്നേഹം ഏറ്റവും വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? 2.5 മിനിറ്റ് ഉണ്ട് ഉത്തരം. ഓക്കെ. അപ്പോൾ ചോദ്യം മനസ്സിലായി. ഒന്ന്, യഹൂദന്മാരോട്, അതായത് യഹോവ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം യോശുവ മുഖാന്തരം മോശയുടെ
പിൻഗാമിയ യോശു മുഖാന്തരം ദൈവം വാഗ്ദത്ത നാട് അവർക്ക് നൽകി. അതിനുശേഷം പ്രവാചക പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ പട്ടണങ്ങളിൽ, ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനമാണ്. ആ ഇസ്രായേൽ ജനം വിഗ്രഹാരാധകരായ ഒരു പട്ടണമായി മാറിയാൽ ആ പട്ടണത്തെക്കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ യഹൂദനെ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്ത ദേശം വിട്ട് മെസപ്പൊട്ടേമിയയിൽ ചെന്ന് അവിടെയുള്ള വിഗ്രഹാരാധികളെ നശിപ്പിക്കണമെന്നല്ല പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ദൈവം കൊടുത്ത ഭൂമിക്കകത്ത് യഹോവയായ ദൈവത്താൽ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവർക്ക് ദൈവം നൽകിയ ഭൂമിയിൽ ഏതെങ്കിലും ഇസ്രായേലിയ പട്ടണക്കാർ വിഗ്രഹാരാധികളായി മാറിയാൽ, ദൈവത്തെ വിട്ടു മാറിയാൽ അവർക്കുള്ള ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇസ്രായേൽ ചെന്ന് മെസപ്പൊട്ടേമിയ കിടക്കുന്ന ആൾക്കാരുടെ പട്ടണങ്ങളെ ദഹിപ്പിച്ച് കളയണം, വിഗ്രഹാരാധികളെ ചുട്ടുകൊല്ലണം എന്ന അർത്ഥത്തിലല്ല. ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ട ഇസ്രായേൽ ജനം താമസിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തെ ആ പട്ടണത്തിലെ ഇസ്രായേലുകാർ വിഗ്രഹാരാധികളായി മാറിയാൽ അവരെ ശിക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മെസപ്പൊട്ടേമിയയിൽ ചെന്ന് കൊല്ലുന്ന കാര്യമല്ല. കാരണം യഹൂദന്മാർക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ഭൂപ്രദേശമല്ലാതെ വേറൊരു ഭൂപ്രദേശം യഹൂദന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടില്ല. ഇന്നും ചെയ്യില്ല, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തില്ല, നാളെയും ചെയ്യത്തില്ല. ദൈവം അവർക്ക് ബൗണ്ടറി വരച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അവർ റോമാ സാമ്രാജ്യത്തെ പോലെയോ പേർഷ്യൻ സാമ്രാജ്യത്തെ പോലെയോ അധികാരമോഹികളും ദേശങ്ങൾ വെട്ടിപ്പിടിക്കുന്നവരുമല്ല. അത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ടാണ്. 2, യേശുക്രിസ്തു നൽകിയ കൽപ്പനയാണ് ഞങ്ങൾ പാലിക്കുന്നത്. സകല സൃഷ്ടിയോടും പോയി സുവിശേഷം പറയുക എന്നുള്ളതാണ്. അല്ലാതെ പട്ടണത്തെ നശിപ്പിക്കാനല്ല. കാരണം യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മനുഷ്യപ്രാണങ്ങളെ രക്ഷിപ്പാനാണ് വന്നത്. അതുകൊണ്ടാണ് ഒരു പട്ടണത്തിൽ നിങ്ങൾ ചെന്ന് സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾ അവരെ കേട്ടില്ല എങ്കിൽ നിങ്ങളെ കാലിൽ പൊടി തട്ടിയിട്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് പോകണം. നിങ്ങൾ അതിനെ നശിപ്പിക്കാൻ പോകരുത്. നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ സുവിശേഷം കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോകുവിനെന്നാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ശിക്ഷ അനുഭവിച്ച നമ്മൾ നോർത്ത് ഇന്ത്യയിലോ വടക്കേ ഇന്ത്യയിലോ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. വേണ്ടെന്ന് പറയുന്ന പട്ടണത്തെ നശിപ്പിക്കാനായിട്ട് നമ്മൾ തീയും പെട്രോൾ ബോംബുമായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് കാര്യമാണെന്ന് പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ, റാഷിന്റെ അവസാനത്തെ ചോദ്യമാണ്. എൻ്റെ അവസാനത്തെ ചോദ്യം അല്ലേ? നിയമത്തിൻ്റെ ലംഘനമാണ് പാപം എന്ന് പറഞ്ഞു. നിയമലംഘനമാണ് പാപം എന്ന് സഹോദരി പറഞ്ഞു. നിയമലംഘനം ആണ് പാപമെന്ന് ബൈബിളിൽ പറയും. നിയമത്തിൻ്റെ ലംഘനമാണ് പാപം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ബൈബിൾ അതാണ് പറയുന്നത്, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന നിയമത്തെ ലംഘിക്കുന്നതാണ് തെറ്റ് ചെയ്യുക, പാപം ചെയ്യുക എന്നാണ്. അപ്പം നമ്മുടെ ഗവൺമെൻറ് നമുക്കൊരു നിയമം നൽകിയിട്ടുണ്ട്. ആ നിയമത്തെ ലംഘിച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണോ അതോ തെറ്റ് ചെയ്യാത്തവരാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന നിയമത്തെ ലംഘിക്കുന്നവർ തെറ്റുകാരല്ലേ? നിയമം ലംഘിക്കുന്നത് പാപമാണ്, തെറ്റാണെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഓക്കെ, അപ്പോ പിന്നെ ഇദ്ദേഹം പറയണത്, അതായത് വെറും ഇസ്രായേൽക്കാരോട് മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഉൽപ്പത്തിയൊന്നും താങ്കൾ വായിച്ചു കാണില്ല എന്ന് തോന്നുന്നു. അതായത് അബ്രഹാത്തെ സകല ജനത്തിന്റെയും അധിപതിയാക്കി അവനിലൂടെയാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നത്. ഭൂമി മുതൽ, അതായത് നദി മുതൽ നദി വരെയും പിന്നെ എന്താ പറയണ്ടേ, പുഴ മുതൽ നദി മുതൽ വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയാണ് താങ്കളുടെ യഹോവ ഈ പിന്നെ ഇവരുടെ അതിർത്തി വിശാലമാക്കി കൊടുക്കുന്നത് എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ മാത്രമാണ് ഇസ്രായേലിന്റെ കാനാൻ ദേശത്തേക്ക് അവരെ പറഞ്ഞയക്കുന്നത്. ഉൽപ്പത്തി മുതൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും വിസ്തൃതി ഇങ്ങനെ വാരി വാരി വലിച്ച് കൊടുക്കുന്നത്. ഞാൻ എന്റെ വിഷയാവതരണത്തിൽ തന്നെ ഒരുപാട് റെഫറൻസുകൾ ഞാൻ വെച്ചിട്ടുള്ള കാര്യമാണ്. താങ്കൾ ഒന്നുകൂടെ അത് റെഫർ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇനി താങ്കൾ പറയാണ് നമ്മുടെ ഗവൺമെന്റിന് നിയമങ്ങളുണ്ട്. ശരിയാണ്. അമേരിക്കയ്ക്കില്ലേ? ഉണ്ടല്ലോ. UK ഇല്ലേ? ഉണ്ടല്ലോ. ഓസ്ട്രേലിയക്കില്ലേ? ഉണ്ടല്ലോ. ഭാരതത്തിന്റെ നിയമങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞ് ഭാരതത്തിന്റെ നിയമങ്ങളൊക്കെ നിങ്ങളൊക്കെ പാലിക്കാൻ പിന്നെ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്, അങ്ങനെ ചെയ്യാത്ത ആൾക്കാരെ പിടിച്ച് ശിക്ഷിക്കുക എന്ന് പറയുന്നത്, ഭാരതം പോയി അവിടത്തേക്ക് യുദ്ധത്തിന് പോവുക എന്ന് പറയുന്നത് എന്ത് ചെയ്ത വികാരത്തിലാണ്?
അതായത് ഭാരതത്തിന്റെ നിയമം പോലും അറിയാതെ ഭാരതത്തിന്റെ ആ ഒരു അത് അംഗീകരിക്കാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് അതിന്റെ അതിന്റെ ഭരണാധികാരവും അതിന്റെ പിന്നെ നിയമങ്ങളും നിയമസംഹിതയും അതിന്റെ സംസ്കാരവും ഒന്നും അംഗീകരിക്കാത്ത ഒരു ജനസമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരിലേക്ക് നമ്മൾ പറയാണ് ഭാരതത്തിന്റെ നിയമം മാത്രമേ നിയമമായിട്ടുള്ളൂ, എല്ലാ നിയമങ്ങളും ഭാരതം മൊത്തത്തിൽ ഭരിക്കാനുള്ള ഒരു കാര്യം, അതായത് എല്ലാം എന്റേത് മാത്രമാണ് ഈ ഭൂമി, അതുപോലെ എന്റെ നിയമങ്ങൾ മാത്രമാണ് എല്ലാവരും അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂ? ഇല്ലല്ലോ. ഭാരതത്തിന് ഭാരതത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ അതുപോലെ അനുവദിച്ചു കൊടുക്കാനുള്ള ചേതോവികാരം താങ്കളുടെ ദൈവത്തിനില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞോ? ഇനി റാണിയുടെ അവസാനത്തെ ചോദ്യമാണ് അല്ലേ? ഒരു സെക്കൻഡ്. അതായത് താങ്കൾ ഇപ്പോ നേരത്തെ പറഞ്ഞു, താങ്കൾ നേരത്തെ പറയാണ്, അതായത് ഈ കാര്യങ്ങള് യേശു ദൈവമാണ് എന്നുള്ള രീതിയിലാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു അധികാരി യേശുവിനോട് ചോദിക്കാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ യേശു ദൈവമല്ലേ എന്നുള്ളതാണ് എന്റെ അവസാന ചോദ്യം. മറുപടി പറഞ്ഞു. ഓക്കെ, ഞാൻ അൺമ്യൂട്ടായില്ല. ഓക്കെ, അപ്പം സഹോദരി പറഞ്ഞത് നദികൾ മുതൽ നദികൾ വരെയുള്ള പ്രദേശം, ആ നദികൾ ഏതാണെന്ന് പഴയ നിയമത്തിലെ ബൈബിൾ ഭാഗത്ത് തന്നെ ഉണ്ട്. ഭൂപ്രദേശത്തിൻ്റെ അതിർത്തികളുമുണ്ട്. അത് ആ കാര്യങ്ങളെക്കുറിച്ചാണ്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ രാജ്യത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇസ്ലാമികർ പറയുന്നത് പോലെ ലോകം മുഴുവൻ അള്ളാഹയുടെ കീഴിലേക്ക് വരുന്നത് പോലെ ലോകം മുഴുവനും ഇസ്രായേലിൻ്റെ കീഴിൽ വരണമെന്ന് പഴയ നിയമത്തിൽ കൽപ്പനയില്ല. ഇസ്രായേലിലെ പട്ടണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദൻ എത്രയോ സ്ഥലത്ത് അഭയാർത്ഥികളായി പാർത്തിട്ടുണ്ട്, ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അവർ AD 70 ചിതറിക്കപ്പെട്ടു. കഴിഞ്ഞതിന് ശേഷം ലോകമെമ്പായിടത്തും യഹൂദന്മാർ ചിതറിപ്പോയിട്ടുണ്ട്. പക്ഷെ അവിടെ പട്ടണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദൻ എത്രയോ സ്ഥലത്ത് അഭയാർത്ഥികളായി പാർത്തിട്ടുണ്ട്, ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അവർ AD 70 ചിതറിക്കപ്പെട്ടു. കഴിഞ്ഞതിന് ശേഷം ലോകമെമ്പായിടത്തും യഹൂദന്മാർ ചിതറിപ്പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ആരെയും യഹൂദന്മാർ ഉപദ്രവിക്കുകയോ അവരുടെ രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയോ അവരുടെ മതവിശ്വാസത്തിന് എതിരായിട്ടിരിക്കുന്ന വിഗ്രഹാരാധികളെ കൊന്നൊടുക്കുകയോ ചെയ്തിട്ടില്ല. അവർ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളോട് ഇടപെട്ടാണ് ജീവിച്ചിരിക്കുന്നത്. കാരണം യഹൂദനെ സംബന്ധിച്ച് ലോകവ്യാപകമായിട്ട് ഒരു രാജ്യം ഉണ്ടാക്കണം, എല്ലാം യഹൂദൻ്റെ കീഴിലേക്ക് വരണം, നിങ്ങളത് ചെയ്യണമെന്ന് ദൈവം യഹൂദന് കൽപ്പന കൊടുത്തിട്ടില്ല. യഹൂദന് കൊടുത്ത സ്ഥലത്ത് മാത്രമേ അത് പാലിച്ചാൽ മതി. ഇസ്ലാമിന് അങ്ങനെയാണ്. കാരണം ലോകം മുഴുവൻ കീഴിലേക്ക് വരണം. അതുകൊണ്ട് അവർ എവിടെയായാലും സൂര്യക്ക് മറ്റേ ഒട്ടകത്തിന് മറ്റേ കൂടാരത്തിൽ ഇടം കൊടുത്തതുപോലെയാണ് മൊത്തം അഴിച്ചുകൊണ്ട് പോകും. ആ ഒരു സിദ്ധാന്തമൊന്നും ബൈബിളിലില്ല. അതുകൊണ്ട് യഹൂദൻ ഒരാളെയും കൊന്നിട്ടില്ല. ഒരു സ്ഥലത്തും യഹൂദൻ ബോംബ് വെച്ചിട്ടില്ല. വിഗ്രഹാരാധികളാണ്, കാഫീറുകളാണ് എന്ന് യഹൂദൻ ചെയ്തിട്ടില്ല. അവൻ്റെ ജനത്തോടും അവൻ്റെ രാജ്യത്തോടുമാണ്. അല്ലാതെ എനിക്കറിയാം ബ്രിട്ടനിൽ എത്രയോ പേരെ കൊന്നു, അവരെല്ലാം കാഫീറുകളാണ്, ബോംബ് പൊട്ടിച്ചാവുകയാണ്, അള്ളാഹ്ക്ക് വേണ്ടി രാജ്യം സ്ഥാപിക്കുവാൻ. അങ്ങനെ ഒരു സിദ്ധാന്തം യഹൂദന് കൊടുത്തിട്ടില്ല. യഹൂദന്മാരിൽപ്പെട്ടവർ വിഗ്രഹാരാധികളായി തീർന്നാൽ അവരെ ശിക്ഷിക്കുന്ന കാര്യമാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലോകം മുഴുവൻ വിഗ്രഹാരാധികൾ കൊണ്ടുകൊടുക്കാനുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആ വിഷയം ഞാൻ പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരി ചോദിച്ചത്, യേശു ക്രിസ്തുവിനോടൊരു ശിഷ്യൻ വന്ന് ചോദിച്ചു, ഗുരു നീ നല്ലവനാണ്. അപ്പോൾ യേശു പറഞ്ഞു, ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അർത്ഥം യേശു ക്രിസ്തു പറഞ്ഞത് ഒരു ലോജിക്കൽ ആൻസറാണ്. നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു, ദൈവമല്ലാതെ ആരും നല്ലവനില്ല, ഇൻഡയറക്റ്റ് നീ എന്നെ ദൈവമായിട്ട് അംഗീകരിച്ചു എന്നാണ്. അതാണ് അതിൻ്റെ ആൻസർ. യേശു ക്രിസ്തു ഉത്തരം കൃത്യമായിട്ടാണ് പറഞ്ഞത്. യേശുവെ നീ നല്ലവനാണ്. അപ്പോൾ യേശു പറഞ്ഞു ശരിയാണ്. കാരണം ബൈബിളിലെ ഭാഷയിൽ റോമാലേഖനത്തിൽ നന്മ ചെയ്യുന്ന ഒരുത്തനുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, കൊള്ളരുതാത്തവരായി തീർന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. എല്ലാവരും. അപ്പോൾ ഇവൻ പറയുകയാണ്, യേശുവെ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ നല്ലവനാണ്. അപ്പോൾ യേശു പറഞ്ഞു സത്യമാണ്, നീ നല്ലവനാണ്. അപ്പോൾ യേശു പറഞ്ഞു ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. ഇൻഡയറക്റ്റ് പറഞ്ഞാൽ നീ എന്നെ നല്ലവനെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ ദൈവമായി അംഗീകരിച്ചെന്നാണ് എൻ്റെ ആൻസർ. സഹോദരിക്ക് അത് മനസ്സിലാകാത്ത എൻ്റെ കുഴപ്പമില്ല. കാരണം യേശു ക്രിസ്തു കറക്റ്റായിട്ടുള്ള ആൻസറാണ് പറഞ്ഞത്. ദൈവം മാത്രമാണ് നല്ലവൻ. നീ എന്നെ നല്ലവനെന്ന് വിളിച്ചപ്പോൾ നീ എന്നെ ദൈവമായി അംഗീകരിച്ചു. അതാണ് ആൻസർ. താങ്ക് യു. അച്ഛനുണ്ടോ? അച്ഛൻ സ്പീ ഉണ്ടോ?